തുള്ളിച്ചാട്ടം മാത്രമേ ഉള്ളൂ, നമുക്കറിയാലോ. അനീർ റോസിന്റെ അടുത്ത് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അയാൾ പറഞ്ഞു. അനീർ റോസ് തിരിച്ചു പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടി പ്രതീക്ഷിക്കാന്ന്. അവരെന്താണ് മാപ്പ് കൊടുക്കാത്തത്? ഒന്നുമില്ലല്ലോ, നമ്മള് കൊന്നവരും പിടിച്ചുവരെ വെറുതെ നടക്കണം. ചിലപ്പോൾ ഒരു പണി കൊടുത്താലോ ഒന്നും അവസ്ഥായിരിക്കും. അപമാനിച്ചല്ലേ അയാളെ ഇങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യൻ, പിന്നെ നല്ല മനുഷ്യനാണ്. മാപ്പ് സ്വീകരിക്കണം. പേഴ്സണലി ഇപ്പൊ അങ്ങനെ അനുഭവം വരികയും മാപ്പ് കൊടുക്കെങ്കിൽ കുഴപ്പമില്ലാന്ന് വെക്കും. അതെ, അത്രേ ഉള്ളൂ. വെറുതെ വ്യൂസിന് വേണ്ടി റീച്ചിന് വേണ്ടി വെറുതെ കുത്തി കയറ്റാന്നല്ലാതെ പിന്നെ ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കാനായിട്ട് 10 ദിവസത്തേക്ക് ജയിലിടുക, 5 ദിവസത്തേക്ക് ജയിലിടുക, അത്രയൊക്കെ. ഇപ്പൊ 2 ദിവസമായിട്ട് കേരളം നിറഞ്ഞു നിൽക്കുന്ന വാർത്ത തന്നെ ബോബി ചെമ്മണ്ണൂരാണ്, അറിയാലോ. അദ്ദേഹത്തെ ഇപ്പോ 14 ദിവസം റിമാൻഡിലാണ്, കാക്കനാട് പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞ ഈ ഇതില് എന്താണ് മാപ്പ് പറയാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാപ്പ് സ്വീകരിക്കാൻ അനീർ റോസ് തയ്യാറാവുന്നില്ല. അല്ല, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ മീനിങ് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അത് അയാള് മാപ്പ് പറയാൻ തയ്യാറായിട്ട് മാപ്പ് സ്വീകരിക്കാൻ തയ്യാറായില്ല. കേരളം ഇത്രയധികം സെൻസേഷനായി വാർത്ത ഒരു മാപ്പ് പറച്ചിലൂടെ കഴിയാന്നേ ഉള്ളൂ. അതുള്ളൂ, അതാണ് ചോദിക്കണത്. അതൊരു മാപ്പ് പറച്ചിൽ ആള് ആരെയും കൊന്നിട്ടില്ല, നല്ലൊരു മനുഷ്യൻ തന്നെ ഉള്ളൂ. ഈ നാക്കൊണ്ടുള്ള ഈ വർത്താനം മാത്രമേ ഉള്ളൂ, തുള്ളിച്ചാട്ടം മാത്രമേ ഉള്ളൂ, നമുക്കറിയാലോ. അതാണ് മാപ്പ് സ്വീകരിക്കാതെ അനീർ റോസിന് മാപ്പ് സ്വീകരിക്കുന്നില്ല നല്ലതെന്ന് പറയുള്ളൂ. അയാളെ ഇങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യൻ, പിന്നെ നല്ല മനുഷ്യനാണ്. മാപ്പ് സ്വീകരിക്കണം. പേഴ്സണലി ഇപ്പൊ അങ്ങനെ അനുഭവം വരികയും മാപ്പ് കൊടുക്കെങ്കിൽ കുഴപ്പമില്ലാന്ന് വെക്കും. അതെ, അത്രേ ഉള്ളൂ എന്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ മലയാളീസ് തന്നെ ഒരുപാട് ഇന്ത്യയിലും പുറത്തും കേരളത്തിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ കുറെ നല്ല കാര്യം ചെയ്തിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ മാപ്പ് കൊടുക്കുക തെറ്റ് തന്നെയാണ്. അതിന് മാപ്പ് കൊടുത്താൽ മാറുന്ന തെറ്റുള്ളൂ വിചാരിക്കുന്നത്. മാപ്പ് കൊടുക്കണം നല്ലത്. ബിച്ചമ്മണ്ണൂർ അറസ്റ്റിലായത് കേട്ടാ? ഫേസ്ബുക്കിൽ കണ്ടതാ. ഫേസ്ബുക്കിൽ കണ്ട്, ഫേസ്ബുക്കൊക്കെ ഉണ്ട്. അപ്പൊ ഫേസ്ബുക്കിൽ അതായത് ഡബിൾ മീനിങ് രീതിയിൽ സംസാരിച്ചാലേ ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിലാണ് ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ അനീർ റോസിനോട് മാപ്പ് പറയാൻ തയ്യാറാണ്. അനീർ റോസിന്റെ അടുത്ത് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അയാൾ പറഞ്ഞു. അനീർ റോസ് തിരിച്ചു പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടി പ്രതീക്ഷിക്കാന്ന്. പക്ഷെ അനീർ റോസിനോട് മാപ്പ് പറയാൻ തയ്യാറായിട്ട് മാപ്പ് സ്വീകരിക്കാൻ അനീർ റോസ് തയ്യാറാകുന്നില്ല. അതിനോട് എന്താ പറയാനുള്ളത്? അത് മാപ്പ് പറയാൻ മാത്രമുള്ള തെറ്റല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ പിന്നെ അനീർ റോസ് അത് സ്വീകരിക്കണ്ടേ? പക്ഷെ അനീർ റോസ് സ്വീകരിക്കുന്നില്ല. കാരണം തന്നെ ഇപ്പൊ രണ്ട് പേഴ്സ്പെക്ടില് ചിന്തിക്കുകയാണെങ്കിൽ അയാൾ ആരെയും കൊന്നിട്ടില്ല, ഒന്നുമില്ല. ഇത് പറഞ്ഞ് അതില് ശരിക്കും പറഞ്ഞാൽ മാപ്പ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്തുകൊണ്ടോ മാപ്പ് കൊടുക്കാത്തത്? എന്താണ് മാപ്പ് കൊടുക്കാത്തത്? മാപ്പ് സ്വീകരിക്കില്ല അനീർ റോസ്, എന്തുകൊണ്ടായിരിക്കും? അവർക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവോ, അതായിരിക്കും ഒരു മാപ്പ് സ്വീകരിക്കാത്തത്. ഇയാള് പറഞ്ഞതിൽ വല്ല തെറ്റ് വല്ലതും ഉണ്ടായിരിക്കും, അതായിരിക്കും. തെറ്റ് പറ്റിയോണ്ടല്ല മാപ്പ് കൊടുക്കാന്ന് പറയുന്നത്. മാപ്പ് കൊടുക്കാതെ സ്വീകരിക്കാന്ന് അവർക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ലായിരിക്കും, താല്പര്യം ഉണ്ടായിരിക്കില്ല. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത് അറിഞ്ഞു. എന്തിനു ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിലാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതെ. അപ്പോൾ അതിൽ പറഞ്ഞാൽ പലരും പല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട്. അനീർ റോസിന് ചിലർ അനീർ റോസിനെ എതിർത്ത് നിൽക്കുന്നുണ്ട്, ചിലർ ബോച്ചയെ എതിർത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ പോയിന്റ് പലരും പറയുന്നത് പറഞ്ഞാൽ മാപ്പ് പറയാനുള്ള തെറ്റല്ല അയാൾ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അതാണ് അയാൾ ആരെയും കൊന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ കുറെ ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അതിനോട് എന്താ പറയുള്ളൂ? മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അതൊക്കെ അനീർ റോസിന്റെ ഇഷ്ടമാണ്, അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും. പിന്നെ വലിയ അത്രയ്ക്ക് തെറ്റൊന്നും ഇല്ലല്ലോ, നമ്മള് കൊന്നവരും പിടിച്ചുവരെ വെറുതെ നടക്കണം. പിന്നെ ഇങ്ങനെയുള്ളപ്പം അനീർ റോസിനോട് മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കാമെങ്കിൽ അത്ര തെറ്റൊന്നുമില്ല, പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ അഭിപ്രായം. എന്നാലും ഒരു ചെറിയ അനീർ റോസിന്റെ ഇഷ്ടമല്ലേ, പറഞ്ഞത് തെറ്റാണ്, എന്നാലും അത്ര വലിയ തെറ്റല്ല, അറസ്റ്റ് ചെയ്യാൻ മാത്രം തെറ്റല്ല. 2 ദിവസമായി അദ്ദേഹം ജയിലിലാണ്. സാധാരണ ജയിലിന്റെ പോലെ ജയിലിൽ ഏതു കുറ്റവാളിയാണ് കഴിയുന്നത് അതേപോലെ തന്നെ അദ്ദേഹം കഴിയുന്നത്. 2 ദിവസം അതേപോലെ തന്നെ. ഇത്ര ചെയ്താൽ മതി, ഇനി മാപ്പ് കൊടുത്തൂടെ എന്ന് തോന്നില്ലേ? ഇത്രയും ചെയ്താൽ മതി, ഇനി വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം. എന്തുകൊണ്ട് മാപ്പ് സ്വീകരിക്കാൻ തയ്യാറല്ലാതാണ് അനീർ റോസ് പറയുന്നത്. ആണോ? അതിപ്പോ എന്തായിരിക്കും, ചിലപ്പോ അനീർ റോസിന് ഇപ്പൊ ഹേർട്ടായി കാണും, അറിയാമല്ല. അല്ലെങ്കിൽ ചിലപ്പോ ഒരു പണി കൊടുത്താലോ ഒന്നും അവസ്ഥായിരിക്കും, അപമാനിച്ചല്ലേ.
നമുക്കറിയാൻ മേല എന്താ. പേരെന്തായിരുന്നു? അഖിൽ അഖിൽ അഖിൽ. ഓക്കേടാ, താങ്ക് യു. ായിട്ട് കേരളത്തിൽ കത്തി നിൽക്കുന്ന വാർത്ത ബോച്ചെ അറസ്റ്റിലായതാണ്. 2 ദിവസമായിട്ട് തന്നെ വാർത്ത. അപ്പോൾ ഇതിൽ ഈ കേസിൽ പലരും പറയുന്നത് പറഞ്ഞാൽ മാപ്പ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഓൺ ദ സ്പോട്ടിൽ വെച്ച് തന്നെ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഒരു തെറ്റ് സംഭവിച്ചു, അതൊരു മാപ്പ് കൊടുക്കാമായിരുന്നു. കേരളം മൊത്തം ചർച്ചയാക്കാനുള്ള രീതിയിലുള്ള വാർത്തയാക്കേണ്ട കാര്യമില്ല. ഭാഗത്തുനിന്ന് ഒരു ഫാൾട്ടുകൾ സംഭവിക്കാം. മനുഷ്യ സഹജമാണ് തെറ്റുകൾ, തെറ്റുപറ്റാം ആർക്കും. അപ്പം ഒരു വാണിംഗ് കൊടുത്ത് ക്ഷമിക്കാമായിരുന്നു. തെറ്റ് മാനുഷികവും മാപ്പ് പറയണ ദൈവികം എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അണി റോസ് ഈ കേസിൽ മാപ്പ് കൊടുക്കാത്തത്? അതിപ്പോ നമുക്ക് നമ്മൾ പറയേണ്ടതല്ലോ. നമുക്കിപ്പോ സ്വാഭാവികമായിട്ട് പറയേണ്ടത് ഒരു ക്ഷമിക്കാമായിരുന്നു. അപ്പൊ ഇത്രയധികം സെൻസേഷനായ വാർത്ത സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. കേരളം ഇപ്പോഴും വീണ്ടും ഇല്ല, അത്രയുള്ള ഒരു കാര്യമായിട്ടുള്ള കാര്യമില്ലെന്നല്ല കാര്യം ഉണ്ടായിരിക്കാം. ക്ഷമിക്കാമായിരുന്നു. അല്ല, ഇതൊക്കെ ബോച്ചനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാരണം ബോച്ച കുറെ ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന ആളാണ്. ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരനെ പിന്നെ കാഴ്ചയിൽ ഒക്കില്ലെങ്കിൽ പോലും പുള്ളി ജോലി കൊടുക്കാറുണ്ട്. അപ്പം പുള്ളി ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തി. എങ്ങനെയുണ്ട്? അല്ല, ആളിനെ കുറിച്ച് എല്ലാവർക്കും നല്ല ഇതല്ലേ. കാരണം എന്തെല്ലാം സഹായങ്ങൾ, എത്രയോ പെൺകുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഹണി റോസ് ആയിട്ട് ഒരു നല്ല നടിയാണ്. പക്ഷേ എങ്കിൽ പോലും അതൊരു വലിയ ഇഷ്യൂ, അത്രയും വലിയ കേസിന്റെ കാര്യം ഇല്ലായിരുന്നു. രണ്ടുപേരും ഒരേ ഇതിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. മാപ്പ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ള അങ്ങനെ തീർക്കേണ്ടതായിരുന്നെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മാപ്പ് കൊടുക്കേണ്ട. പക്ഷെ എന്തുകൊണ്ട് മാപ്പ് കൊടുക്കുന്നില്ല? അതാണ് മാപ്പ് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നാ പറഞ്ഞിരുന്നത്. അതിപ്പം അവരുടെ ഇതല്ലേ. പുള്ളി പറഞ്ഞത് തെറ്റാണ്, പുള്ളി പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നില്ല. പുള്ളി പറഞ്ഞത് തെറ്റാണ്. പിന്നെ തെറ്റ് സംഭവിക്കാമല്ലോ, മനുഷ്യനല്ലേ. മനുഷ്യ സഹജമാണ്. മാപ്പ് കൊടുക്കാനാണ് ജയിലിൽ വരെ പോകേണ്ട ഒരു കേസ്. അത് ഇത്രയും കുത്തിപ്പൊക്കെ അതിന്റെ ആവശ്യമില്ല. ഇതിന്റെ പലരും പല രീതിയിൽ പെർസ്പെക്റ്റീവിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് പലരും പറയുന്നത് മാപ്പ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, വാക്കുകൾ മാറിപ്പോയതാണ്. അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാന്ന് പറയുന്നുണ്ട്. പക്ഷെ മാപ്പ് സ്വീകരിക്കാൻ ഈ നടി തയ്യാറാകുന്നില്ല, അണി റോസ് തയ്യാറാകുന്നില്ല. ഈ മാപ്പ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? മാപ്പ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണെന്ന് വിചാരിക്കുന്നില്ല, കുഴപ്പമില്ല. പുള്ളി പൊതുവെത്തിയിൽ അങ്ങനെ പറഞ്ഞതിൽ മോശം പ്രവർത്തി തന്നെയാണ്. മാപ്പ് കൊടുത്താൽ തീരാവുന്ന ഓരോരുത്തർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അവരെ മനഃപൂർവ്വം എന്താ പറയുക, പൊതുവേദിയിൽ വെച്ച് പറഞ്ഞത് കൊണ്ട് അത്ര ഫീലായിട്ടുണ്ടാവും. അപ്പോൾ മാപ്പ് സ്വീകരിക്കുന്നില്ല എങ്കിൽ അവർ അത്ര ഫീലായിട്ടുണ്ടാവുന്നുണ്ടല്ലേ, കേസ് എടുത്തിട്ടുള്ളത് കൊണ്ട്. അതുകൊണ്ടല്ലേ. ഓക്കെ. ഇപ്പൊ കേരളം മൊത്തം ബോച്ചെ അഭിമാനിക്കുന്ന രീതിയിൽ 2 ദിവസം ജയിലിലിട്ടു. ഇപ്പോഴും മാപ്പ് കൊടുത്താൽ തീരാവുന്ന കോംപ്രമൈസ് ആക്കേണ്ട രീതിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. ഓരോരുത്തർ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളല്ലേ, അവർക്ക് അത്രയും വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ. അതിൽ പൊതുവേദിയിൽ അങ്ങനെ പറഞ്ഞതിൽ അതും മോശമായിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. മാപ്പ് കൊടുത്താൽ തീരാൻ അവർ തീരുമാനിക്കട്ടെ. അത്രേ ഉള്ളൂ. ഓക്കെ. എന്താണ് ബോച്ചയെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം ബോച്ച പലർക്കും നല്ല രീതിയിലുള്ള സഹായം ചെയ്യുന്നതാണ്. ബോച്ചയുടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അറിയില്ലേ? ബോച്ചയുടെ വരുമാനം കൊണ്ട് കേരളത്തിൽ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ബോച്ച സ്ഥാപനങ്ങളിൽ മലയാളീസായ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നാക്കിന് കുറച്ച് ഈ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നാക്കിന് കുറച്ച് നീളം കൂടി, അതായത് യാത്രപ്രയോഗം കുറച്ച് കൂടുതലാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അവിടെ ഇക്കുറെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്താണ് പറയാനുള്ളത് ബോച്ചയെ കുറിച്ചിട്ട്? നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ ആഗ്രഹം തന്നെ. അതിലിപ്പോൾ എന്താ പറയാ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുന്നു. പക്ഷെ പൊതുവേദിയിൽ അങ്ങനെ പറയുന്നത് പുള്ളിയുടെ ഏത് ഇന്റർവ്യൂ കണ്ടാലും അതിനകത്ത് കുറച്ച് അർത്ഥങ്ങൾ ചേർത്താണ് സംസാരിക്കുന്നത്. അതിൽ മോശം പ്രവർത്തിട്ട് എന്നാ തോന്നുന്നത്. അതങ്ങനെ ഒരു സൈഡിൽ നല്ല രീതിയിൽ ചെയ്യുകയും ഒരു സൈഡിൽ മോശമായിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓരോരുത്തരുള്ള പേഴ്സണലുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മളിതിൽ ഇടപെടാറില്ല. മോശം എന്ന് പറയണതിന് നമുക്ക് എന്താണ് അതിന്റെ വലിപ്പ ചെറുപ്പുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞാൽ കുറെ ആൾക്കാരെ കൊല്ലുന്നു, കുറെ ഈ തെറ്റിന്റെ ഇന്റൻസിറ്റി കുറവാണെന്ന് വിചാരിക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ തെറ്റിന്റെ വലിയ ഇന്റൻസിറ്റി എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇനാഗ്രേഷൻ പ്രോഗ്രാംസ് ആണെങ്കിൽ ഇപ്പൊ ട്രെൻഡിങ് നിൽക്കുന്ന ടൈമല്ലേ. അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ കൂടുതൽ മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല. അതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഓരോരുത്തർ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളതും എങ്ങനെ പോകണം എന്നുള്ളതും അവരുടേതായിട്ടുള്ള പേഴ്സണായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിലിങ്ങനെ ഈ അഡൽട്ട് രീതിയിലുള്ള വാക്കുകളൊക്കെ സംസാരിക്കുക അതിനോടും താല്പര്യമില്ല. പക്ഷെ അതിന് ഇന്റൻസിറ്റി വലുതാണോ ഇത് ഈ കൊലപാതകം എന്നുള്ളത്? അത്രയൊന്നുമില്ല. ഇത് വെറുതെ വ്യൂസിന് വേണ്ടി റീച്ചിന് വേണ്ടി വെറുതെ കുത്തി കയറ്റാന്നല്ലാതെ പിന്നെ ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കാനായിട്ട് 10 ദിവസത്തേക്ക് ജയിലിടുക, 5 ദിവസത്തേക്ക് ജയിലിടുക, അത്രയൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ഇത് മാറി പുതിയ കേസിന് വീണ്ടും ബാക്കിയുള്ളവർ അതിൻ്റെ ഒരാഴ്ച ഓരോ ട്രെൻഡാണ്. അത്രേ ഉള്ളൂ.